Hey guys, this is my second part of my vlog. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എൻ്റെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് ചോറിൻ്റെ വേസ്റ്റും പിന്നെ തണ്ണിമത്തൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പലൈനിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ മുയൽ ഒരെണ്ണം ചത്തുപോയി. അപ്പോൾ അത് ഞാൻ കോഴികൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിഷമമായി. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇത്തിരി വയ്യായിക പോലെ തീറ്റ എടുക്കായ്മ കണ്ടു. അതുകൊണ്ട് തന്നെ അത് തീറ്റ എടുത്തില്ല എന്ന് തോന്നുന്നു, അത് ചത്തുപോയി. കോഴികളൊക്കെ വലിയ ആർത്തിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തീറ്റ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മരവിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീറ്റകളെ പുറത്തഴിച്ച് വിടാത്തതിൻ്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പട്ടിയുടെ ശല്യമൊക്കെ കൂടുതലാണ്. അത് കാരണം ഞാൻ പുറത്തഴിച്ച് വിടാറില്ല. അഴിച്ചു വിട്ടാൽ പിന്നെ 2 എണ്ണത്തിനെ വെച്ചിട്ടാണ് പട്ടി പിടിച്ചുകൊണ്ട് പോണത്. അപ്പോൾ അത് ഒരു നഷ്ടമായിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് വളർത്തണത്. അടച്ചിട്ട് വളർത്തിയാലും ഞാൻ പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് പുല്ല് കാര്യങ്ങൾ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഔഷധമായിട്ടുള്ള പുല്ല് തിന്നണമല്ലോ. അത് തിന്നില്ല. പിന്നെ ഈ അരിയും കൊടുക്കുന്നുണ്ട് എപ്പോഴും. അരി റേഷൻ കടയിൽ നിന്ന് വേസ്റ്റ് വരുന്ന അരി അടിച്ചു കൂട്ടുമ്പോൾ അത് പോയി അടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ തണ്ണിമത്തൻ്റെ തൊലി ഇന്നലെ തണ്ണിമത്തൻ്റെ ജ്യൂസ് അടിച്ചപ്പോൾ ബാക്കി വന്നതാണ്. അപ്പോൾ അത് മുയലിന് വേണ്ടി കൊടുക്കാമെന്നുള്ള രീതിയും പിന്നെ ഇന്നലെ പുല്ല് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മീനിൻ്റെ ഇതൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങോട്ട് പോവുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ചൂടായതുകൊണ്ട് നീരാവിയായിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കും അതിനകത്ത് വെള്ളം ടാങ്ക് ചെയ്ത്. ഇപ്പോൾ ഇന്നലെ അരിഞ്ഞ പുല്ലൊക്കെയാണ് കിടക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഇപ്പോൾ ഇന്നലത്തെ വൈകിട്ടും വന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായി ഇതിന് മുയലിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതി. പക്ഷേ വയ്യായിക അത് എല്ലാ ദിവസവും കാണിക്കണ പോലെ തന്നെ ഒരു വയ്യായിക കാണിക്കുന്നുണ്ട്. പിന്നെ മിനിയാന്ന് മഴയുണ്ടായിരുന്നല്ലോ, തണുപ്പും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി. കണ്ടില്ലേ, ഈ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ കണ്ടത് ഇത് വയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ഒരു റിയാക്ഷനിലാണ് ഞാൻ ഒരു ക്യാമറ അങ്ങോട്ട് മാറ്റിപ്പോയി. കണ്ടില്ലേ, മരയിച്ച് കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ആയിരിക്കുള്ളൂ മരിച്ചത്. അപ്പോൾ കണ്ണിലൊക്കെ ഉറുമ്പ് കടിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അതിനകത്ത് നിന്ന് എടുത്ത് ബാക്കിയുള്ളതായിട്ട് എനിക്കൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ അതിനകത്ത് നിന്ന് ഞാൻ എടുത്ത് ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ഞാൻ അടച്ച് ഇനിയിപ്പോൾ ചാടിപ്പോണ്ടല്ലോ പുറത്തേക്ക്. കാരണം ഞാനത് കുറ്റിയിട്ടിട്ടായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ കുഴിച്ചിടണം. അത്യാവശ്യം ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. അല്ലാതെ ചെറിയൊരു മണ്ണ് മാറ്റിയിട്ട് കുഴിച്ചിട്ട് ഇവിടെ പട്ടികൾ വീണ്ടും വന്നിട്ട് അതിനെ പിടിച്ച് പുറത്തിടും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ പോയിട്ട് തൂമ്പെടുക്കാൻ പോവാണ്. തൂമ്പെടുത്തിട്ട് നല്ലൊരു വലിയൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് വേണം ഇതിനെ കുഴിച്ചിടാനായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിപാടികൾക്ക് കടക്കട്ടെ. പാവം നല്ലൊരു മുയലായിരുന്നു. ആ പ്രസവിച്ച മുയലാണ്. പ്രസവിച്ച ആ കുഞ്ഞിനെ പിടിച്ച് മറ്റേ പൂച്ച പിടിച്ച് തിന്ന് ഇപ്പോൾ തള്ളയും പോയി. വല്ലാത്തൊരു കഷ്ടമായി പോയി. പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ മൃഗങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. മൃഗങ്ങളത് കൊണ്ടുപോയിക്കോളും എന്നുള്ള രീതിയാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു സമാധാനിക്കും. പിന്നെ ഇതൊക്കെ നഷ്ടമാണ് ഈ വരുന്നതൊക്കെ. പിന്നെ ജീവികളാകുമ്പോൾ അത് മരിക്കും, അത് ചത്തുപോകും. പിന്നെയും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഇതിൽ നമ്മൾ വീണ്ടും ചെയ്യണമെന്നുള്ളൂ. ഹോബി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യണമെന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ചെറിയൊരു നല്ലൊരു വലിയ കുഴി എടുക്കണം, അല്ലാണ്ട് പറ്റില്ല.
കുഴി എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ വേസ്റ്റ് മറ്റേ തുണിയൊക്കെ തൂമ്പ പറ്റിപ്പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതാണ് കുറച്ച് വൈകിയത്. അത്യാവശ്യം അത് ഇറങ്ങിക്കിടക്കാൻ പാകത്തിന് ഒരു കുഴി ഞാൻ എടുത്തിട്ടുണ്ട്. വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതങ്ങോട്ട് ഇതാക്കി വിടണം. പാവം മുയൽ അത്യാവശ്യം വളർച്ചയൊക്കെ എത്തിയ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുയലായിരുന്നു. നമ്മൾ തീറ്റ എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. തീറ്റ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പിന്നെ നമ്മൾക്ക് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടപടിയാവണ കേസല്ല. ഈ മുയലിനെയും കൊണ്ട് അത് വേറെ പലരും ചെയ്യാനുണ്ടാകും. നമ്മളത് ഇങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. തീറ്റ എടുക്കാത്തത് എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് അതിനൊരു വയ്യായ്മ ഉണ്ടാകുന്ന പലതും തീറ്റ എടുക്കാത്തതൊക്കെ ഉണ്ട്. പക്ഷേ അത് പിറ്റേ ദിവസം വീണ്ടും തീറ്റ എടുക്കണതുണ്ട്. ചിലർക്ക് ചില മുയലിന് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് തീറ്റ എടുക്കില്ല. പക്ഷെ വയ്യായിക എന്നുള്ളത് നമ്മൾക്ക് അങ്ങോട്ട് കണ്ടെത്താൻ പറ്റില്ല അതിങ്ങനെ പെട്ടെന്ന്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റങ്ങൾക്കുള്ളത് തീറ്റ കാര്യങ്ങളൊക്കെ കൊടുത്ത് തണ്ണിമത്തനുള്ളത് ഇട്ട് കൊടുത്ത്, പിന്നെ പുല്ലുണ്ടായിരുന്നത് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്ത് വൈകുന്നേരത്തേക്കുള്ളത് അരിയണം. ഇത് വൈകുന്നേരം വരെ നിൽക്കില്ല. അപ്പോൾ ബാക്കിയുള്ളത് ഇപ്പുറത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ 4 മൊത്തത്തിൽ 9 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 8 അപ്പോൾ അങ്ങനെ അത് തീറ്റിട്ട് കൊടുക്കുക. കുഴപ്പമില്ല, തിന്നണമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. തണ്ണിമത്തനെ ഇവിടെ വയ്ക്കാനുണ്ടാകും. ഇനിയിപ്പോൾ അതിനെ ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി കൊടുത്താൽ കാലത്തെ പരിപാടികൾ ഏറ്റവും കഴിഞ്ഞു. ഇതിങ്ങനെ ഹോബിയുടെ പുറത്ത് വളർത്തണമെന്നുള്ളൂ, അല്ലാണ്ട് ഒരു വിൽപ്പന എന്ന രീതിയിലൊന്നും ഇപ്പോൾ ആയിട്ടില്ല. ഇനി മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാമെന്നുള്ളൂ. ഇത് ഇടത്തെ സൈഡിൽ കിടക്കണ കൂട്ടിലുള്ള ഞങ്ങൾ പ്രസവിച്ചതാണ് ഈ വലത്തെ സൈഡിലുള്ള കൂട്ടിലുള്ള മുയലുകൾ. അപ്പോൾ ഇനിയും പ്രസവിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പാത്രം അവിടെ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നുള്ള ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിങ്ങൾ അധികം വെള്ളമൊന്നും കുടിക്കില്ല. പിന്നെ ഇത് തട്ടി മറിച്ച് കളയുകയും ചെയ്യും. വെള്ളം എപ്പോഴും കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈറ്റങ്ങൾ തന്നെ അത് തട്ടി മറിച്ച് കളയും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ഉച്ചയാകുമ്പോഴും വൈകിട്ടാകുമ്പോഴും ഇടയ്ക്ക് നോക്കും വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോസ് ഉണ്ടായി ഇന്ന്. അതാണ് പ്രശ്നമായി. ഒരു 500 രൂപയുടെ മുയലാണ് ആ പോയത്. വലിയൊരു മുയലിന് 500 രൂപ വിലയുണ്ട്. ചെറുത് 2 250 രൂപ വെച്ച് ജോഡി കിട്ടുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. റെസ്റ്റ് ഇൻ പീസ്, അത്ര പറയാനല്ലേ പറ്റുള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വിഷമത്തിലാണ് ഞാൻ. ഓക്കെ, ഐ ആം സോ സാഡ്.